ബൈബിളിൽ മറ്റുള്ളവരെ നമ്മൾ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്നും എങ്ങനെയുള്ളവരെയാണ് ബഹുമാനിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. അത് പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഏത് വർഗമാണ് ബഹുമാനത്തിനർഹം? മനുഷ്യവർഗം. ഏത് മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ? ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏത് മനുഷ്യൻ കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ? സഹോദരൻ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു, കർത്താവാകട്ടെ തൻ്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു, എന്നാൽ അവരിലാരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വാതന്ത്ര്യം സേവിക്കും, ബുദ്ധിമാന് ഇതിൽ പരാതിയില്ല. ദൈവം പറയുന്നത് നമ്മളെങ്ങനെ ദൈവഭക്തരെ ആണ്. എല്ലാറ്റിലും ഉപരി ഏത് മനുഷ്യരെക്കാളും ദൈവം സ്നേഹിക്കുന്നത് ദൈവഭക്തരെയാണ്. അങ്ങനെയുള്ള മനുഷ്യരെ ബഹുമാനിക്കണമെന്നാണ് ബൈബിളിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേൻ.